കഴിഞ്ഞ ദിവസം PMC പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചു എന്ന വാർത്ത പുറത്തുവന്ന ആ നിമിഷം തൊട്ട് നാടുഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ടത് വലിയൊരു കോലാഹലം തന്നെയാണ്. മുന്നണിയിലെ പ്രധാന കക്ഷിയായ CPIക്ക് കേന്ദ്രത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ നഖശിഖാന്തം എതിർക്കുന്ന നിലപാടാണ് തുടക്കം തൊട്ടേയുള്ളത്. PMC പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവെച്ചാൽ അത് NEP മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾക്ക് സമ്മതം മൂളുന്നതിന് തുല്യമാണ് എന്നും ഇത്രമേൽ ഗൗരവമുള്ള വിഷയത്തിൽ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ CPIയോട് ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ കേന്ദ്ര പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് മുന്നണി മര്യാദയുടെ ലംഘനമാണ് എന്നുമുള്ള തങ്ങളുടെ അതൃപ്തി പരസ്യമായി തന്നെ CPI നേതൃത്വം ഇതിനോടകം തന്നെ CPMനെ അറിയിച്ചു കഴിഞ്ഞു. 2020 പ്രഖ്യാപിക്കപ്പെട്ട അന്നു തൊട്ട് തന്നെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്കെതിരായ നിലപാട് സ്വീകരിച്ചിരുന്ന പാർട്ടിയാണ് CPMഉം. നിലവിലെ ഈ ഒപ്പിടിയലിനെ ഒരു നയവ്യതിയാനമായിട്ട് കാണേണ്ടതില്ല, കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള ഒരു അടവ് നയം മാത്രമാണ് ഇത് എന്നാണ് പാർട്ടിയിലെ പല ഉന്നത നേതാക്കളും പറയുന്ന ഒഴിവ് കഴിവ്. കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ മുന്നിലുള്ള ഒന്നാണ് കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ ദേശീയ വിദ്യാഭ്യാസ നയം. എന്തുകൊണ്ടാണ് അതേ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇനിയും അടങ്ങുന്ന ലക്ഷണമില്ലാത്തത്? അതറിയണമെങ്കിൽ വിദ്യാഭ്യാസ നയത്തിന് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും ഭാവി നയങ്ങളിലും ചെലുത്താൻ കഴിയുന്ന ദൂരവ്യാപകമായ സ്വാധീനങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക ധാരണയെങ്കിലും നമുക്കുണ്ടായേ തീരൂ. അതിന് ഇന്ത്യ എന്ന ദേശരാഷ്ട്രം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികളെ ഇഴകേറി മുറിച്ചുള്ളൊരു വിശകലനം തന്നെ നടത്തേണ്ടത് അത്യാവശ്യമാണ്. 1835 മെക്കാളെ മിനിറ്റ്സ് മുതൽ നമ്മുടെ നാട്ടിലെ ബോധന സമ്പ്രദായങ്ങളെ അടിമുടി പരിഷ്കരിച്ചുകൊണ്ട് കടന്നുവന്ന പൊതുവിദ്യാഭ്യാസ നയങ്ങളുടെ കഥ. ഫെഡറൽ സംവിധാനത്തിന് അതീതമായി സംസ്ഥാനങ്ങളെ വരുതിയിൽ നിർത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെയും അതിൻ്റെ പേരിൽ ഇപ്പോഴും തുടർന്നു പോകുന്ന രാഷ്ട്രീയ വടംവലികളുടെയും കഥ. അത് വല്ലാത്തൊരു കഥയാണ്. 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം തൊട്ട് തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വിദ്യാഭ്യാസം എന്നത് മതവുമായി വളരെയധികം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു. മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഉണ്ടായിരുന്ന ഒരേയൊരു വിദ്യാഭ്യാസ മാർഗം മദ്രസകളായിരുന്നു. അവിടെയാണെങ്കിലും മതപഠനം മാത്രമേ നടന്നിരുന്നുള്ളൂ. ആ പഠിപ്പ് പോലും പക്ഷേ അന്ന് പുരുഷന്മാർക്ക് മാത്രമേ സാധ്യമായിരുന്നുള്ളൂ. ഹിന്ദുക്കൾക്കിടയിൽ ആദ്യകാലങ്ങളിൽ അധ്യാപനം ബ്രാഹ്മണ പുരോഹിതരുടെ കുത്തകയായിരുന്നു. വേദോപനിഷത്തുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വിദ്യ നേടാനുള്ള സൗഭാഗ്യം അവർക്ക് മാത്രമായി പരിമിതപ്പെട്ട ഒന്നായിരുന്നു. വേദപഠനമാവട്ടെ അക്കാലത്ത് ഉന്നത കുലജാതർക്ക് മാത്രം അനുവദനീയമായ ഒന്നും ആയിരുന്നു. സ്ത്രീകൾ, പിന്നാക്കജാതിക്കാർ, ദരിദ്രർ എന്നിവർക്ക് വിദ്യാഭ്യാസം അന്യമായിരുന്ന ഒരു ഇരുണ്ട യുഗമായിരുന്നു അത്. ഉപഭൂഖണ്ഡത്തിലെ ബ്രിട്ടീഷ് സ്വാധീനം വർദ്ധിച്ചു വന്ന കാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മുടെ സംസ്കാരത്തെയും പാഠ്യപദ്ധതികളെയും ഒക്കെ തകിടം മറിക്കുമോ എന്ന ഭീതി തദ്ദേശീയർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട്. ആ ഭീതി അകാരണമായിരുന്നുമില്ല. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ബോധന സമ്പ്രദായങ്ങളിൽ ഇടപെട്ടു തുടങ്ങി. അക്കാലത്ത് കോളനി ഭരണത്തിന് കീഴിൽ പുലർന്നിരുന്ന മുസ്ലിം പ്രജകളെ സംബന്ധിക്കുന്ന സിവിലും ക്രിമിനലുമായിട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ ശരീഅത്ത് നിയമം തന്നെയാണ് ബ്രിട്ടീഷ് ഭരണകൂടം പിന്തുടർന്നിരുന്നത്. പക്ഷേ ബ്രിട്ടീഷ് ഭരണാധികാരികളെ, പ്രത്യേകിച്ച് അന്നത്തെ ബംഗാളിൻ്റെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് പ്രഭുവിനെ ഇസ്ലാമിക് ജൂറിസ്പ്രൂഡൻസിൻ്റെ സങ്കീർണതകൾ വല്ലാതെ അലട്ടുന്നുണ്ട്. 1781 അദ്ദേഹം ഇസ്ലാമിക നിയമവും തിയോളജിയും കമ്പനിയുടെ മേൽനോട്ടത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി കൽക്കത്ത മദ്രസ എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെ ആരംഭിക്കുന്നു. 10 വർഷത്തിനിപ്പുറം 1791 ബനാറസിലെ ബ്രിട്ടീഷ് റെസിഡൻറ്റ് സാഹിബായിട്ടുള്ള ജൊനാഥൻ ഡങ്കൻ ഹിന്ദുക്കൾക്ക് വേണ്ടി സമാനമായിട്ടുള്ളൊരു നടപടി കൈക്കൊള്ളുന്നു. വാരാണസിയിലെ അക്ഷരാർത്ഥികളെ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ വിചക്ഷണരാക്കാൻ വേണ്ടി അവരെ ഹിന്ദു നിയമങ്ങളും തത്വശാസ്ത്രങ്ങളും പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം അക്കൊല്ലം ബനാറസിൽ ഒരു സംസ്കൃത കോളേജ് സ്ഥാപിക്കുന്നു. ഹിന്ദു നിയമങ്ങളും മതസംഹിതകളും അതിൻ്റെ ഒറിജിനൽ ഫോമിൽ ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടത്തെ അതിൻ്റെ ഹിന്ദു പ്രജകളെ കൂടുതൽ ഫലപ്രദമായി ഭരിക്കാൻ സഹായിക്കുമെന്ന് ഡങ്കൻ പ്രഭു കരുതി. നമ്മളുടെ ട്രഡീഷണൽ നോളജ് സിസ്റ്റങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ആദ്യകാല ഇടപെടലുകൾ ഇത് രണ്ടുമായിരുന്നു. അങ്ങ് വടക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം ഈ പറഞ്ഞ ഇടപെടലുകൾ നടത്തുമ്പോൾ ഇവിടെ ഇങ്ങ് തിരുവിതാംകൂറിലും സമാനമായിട്ടുള്ള പരിശ്രമങ്ങൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നു. യൂറോപ്പിൽ നിന്ന് കടൽ കടന്നെത്തിയ സായിപ്പന്മാരുടെയൊക്കെ സ്വാധീനം ഉണ്ടാവുന്നതിന് മുമ്പ് തിരുവിതാംകൂറിന് അതിൻ്റേതായിട്ടുള്ളൊരു ബോധന സംവിധാനം ഉണ്ടായിരുന്നു. കേരള നാട്ടിൽ അന്ന് വിദ്യാഭ്യാസം നടന്നിരുന്നത് എഴുത്തുപള്ളികളിലും ആശാൻ കളരികളിലുമാണ്. എഴുത്ത്, വായന,
അടിസ്ഥാനപരമായിട്ടുള്ള ലൈഫ് സ്കില്ലുകൾ, ഗണിതം, ജ്യോതിഷം എന്നിവയായിരുന്നു അക്കാലത്തെ സിലബസിൽ ഇടം പിടിച്ചിരുന്നത്. കേരളത്തിലും ഈ വിജ്ഞാനാർജന പദ്ധതിയുടെ പ്രാഥമിക ഗുണഭോക്താക്കൾ ബ്രാഹ്മണ സമുദായക്കാർ തന്നെയായിരുന്നു. സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ പുലർന്നിരുന്ന പാവങ്ങൾക്ക് പലപ്പോഴും സ്കില്ലിങ്ങിനുള്ള, അതായത് തൊഴിൽ സംബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവസരം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. 16-ാം നൂറ്റാണ്ടിൽ കേരളത്തേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന വിദേശീയർ പറങ്കികൾ അഥവാ പോർച്ചുഗീസുകാരായിരുന്നു. ആയിടെ മാത്രം കർത്താവിൻ്റെ വഴി പിടിച്ച സുറിയാനി ക്രിസ്ത്യാനികളെ റോമനൈസ് ചെയ്യാൻ, അതായത് കൂടുതൽ ശുദ്ധീകരിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ വരവ്. അതിനായിട്ട് അവർ കൊടുങ്ങല്ലൂരും ഇന്നത്തെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചേന്ദമംഗലത്തിനടുത്തുള്ള വൈപ്പി കോട്ടയിലും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിനു വേണ്ടി സെമിനാരികൾ സ്ഥാപിച്ചു. ഈ പോർച്ചുഗീസ് അനുഭവം ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും പിന്നീട് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷ് മിഷണറിമാർ കേരളത്തിലെത്തിയപ്പോൾ അവർക്ക് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായിരുന്നു. 1810-19 കാലത്ത് തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങളുടെ ബ്രിട്ടീഷ് റെസിഡൻറ്റും ദിവാനുമായിരുന്ന കേണൽ ജോൺ മെൻട്രോ ആണ് നമ്മുടെ നാട്ടിലെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തുടക്കക്കാരൻ. അദ്ദേഹത്തിൻ്റെ കൂടി സ്വാധീനമാണ് അന്ന് നാട് ഭരിച്ചിരുന്ന രാജവംശത്തിൻ്റെ ഭാഗത്തുനിന്ന് നാട്ടിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ ഒരു വലിയ ഇടപെടൽ തന്നെ ഉണ്ടാകാനുള്ള കാരണം. 1817 റീജന്റ് റാണി ഗൗരി പാർവതിബായി അന്ന് നീട്ട് എന്നറിയപ്പെട്ടിരുന്ന ഒരു റോയൽ ഓർഡർ പുറത്തിറക്കുന്നു. പ്രജകളുടെ വിദ്യാഭ്യാസം സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നായിരുന്നു അതിൻ്റെ സാരാംശം. ആ തിട്ടൂരത്തിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: നാട്ടിലെ പ്രജകളെയെല്ലാം വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റാൻ വേണ്ട ചെലവുകൾ സ്റ്റേറ്റ് വഹിക്കണം. അതുവഴി നാട്ടിലെ പ്രജകളിലേക്ക് വിദ്യയുടെ വെളിച്ചം എത്തുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം. കാരണം അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ അവർ നല്ല സേവകരും ഉത്തരവാദിത്വമുള്ള പ്രജകളുമായിട്ട് തുടരുകയുള്ളൂ. റാണി ഗൗരി പാർവതിബായിയുടെ ഈ നീട്ട് അന്ന് തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് ഫണ്ടഡ് സ്കൂളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഓരോ സ്കൂളിലും 2 അധ്യാപകർ വീതം. സിലബസിലാവട്ടെ മലയാളം, തമിഴ്, ജ്യോതിഷം, ഗണിതം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ. 2 ആഴ്ച കൂടുമ്പോൾ അധികാരികളുടെ ഒരു ഇൻസ്പെക്ഷൻ ഈ സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിൽ തന്നെ തുടർന്നുവെങ്കിലും അതിൻ്റെ ശക്തി മുൻ നൂറ്റാണ്ടിലേതിനേക്കാൾ ക്ഷയിച്ചിരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ വേണം കോളനി ഭരണം എന്നായി. കമ്പനിയുടെ ലൈസൻസും 20 വർഷം കൂടുമ്പോൾ പുതുക്കണം. ചാർട്ടർ എന്നറിയപ്പെട്ടിരുന്ന ഒരു നയരേഖ പുതുക്കി അത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയാലേ ഈ ലൈസൻസ് പുതുക്കി കിട്ടുകയുള്ളൂ. ഇങ്ങനെ ഓരോ 20 കൊല്ലത്തിലും പൊളിച്ചെഴുതപ്പെട്ടിരുന്ന ഈ ചാർട്ടർ ആക്ട് ബ്രിട്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോളനികളിലൊന്നായ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭരണം നടത്താൻ വേണ്ട ചട്ടങ്ങളും ഭരണത്തിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗണിനുള്ള പ്രതീക്ഷകളും പ്രതിഫലിപ്പിക്കുന്ന ബില്ലുകളിൽ ഒന്നാണ്. 1813 ചാർട്ടർ ആക്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാഹിത്യ അഭിരുചി ഉണർത്താനും വിദ്യാഭ്യാസം നേടുന്ന ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി വർഷാവർഷം 1 ലക്ഷം രൂപ തന്നെ മാറ്റിവെച്ചു. അന്ന് അതൊരു വലിയ തുകയാണ്. ഇന്ത്യയെ കൊള്ളയടിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യം ഉള്ളിൽ അവശേഷിക്കെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം പ്രജകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നയപരമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാവുന്നു. 1813 പാസ്സായ ചാർട്ടർ ആക്ടിൽ പക്ഷേ ഈ ഫണ്ട് ഏതു തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നാട്ടിൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നില്ല. അന്ന് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന 2 സ്കൂൾ ഓഫ് തോട്ടുകൾ, ഒന്ന് പരമ്പരാഗത സ്വദേശി ഓറിയൻ്റലിസ്റ്റ് സ്കൂളും രണ്ടാമത്തേത് ബ്രിട്ടീഷ് എഡ്യൂക്കേഷനാണ് വഴി എന്ന് കരുതിയിരുന്ന ആംഗ്ലിസിസ്റ്റ് സ്കൂളുമാണ്. നാടിൻ്റെ തനതായ ഭാഷകളിലും സാഹിത്യത്തിലും പൗരാണിക വിജ്ഞാനത്തിലും സാംസ്കാരിക ആചാരങ്ങളിലുമെല്ലാം വിശ്വാസം അർപ്പിച്ചിരുന്ന കൂട്ടരായിരുന്നു ഓറിയൻ്റലിസ്റ്റുകൾ. അതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് അവർ ആത്മാർത്ഥമായും ധരിച്ചു. എന്നാൽ അതേസമയം ഈ ആംഗ്ലിസിസ്റ്റുകൾ കരുതിയത് ഇംഗ്ലീഷ് പഠനവും പാശ്ചാത്യ ശാസ്ത്ര പ്രചാരണവും മാത്രമാണ് ഇന്ത്യയെ ആധുനികവൽക്കരിക്കാനുള്ള, ഇന്ത്യക്കാരെ സംസ്കൃതചിത്തരാക്കാനുള്ള ഒരേയൊരു മാർഗമെന്നാണ്. ഈ യൂറോപ്യൻ സുപ്രീമസി വാദക്കാരുടെ മിഷിഹയായിരുന്നു അന്നത്തെ സുപ്രീം കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ അംഗമായിരുന്ന ലോർഡ് തോമസ് ബോബിങ്ടൺ മെക്കാളെ എന്ന മെക്കാളെ പ്രഭു. 1835 അദ്ദേഹം പിന്നീട് മെക്കാളെ മിനിറ്റ്സ് എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ തന്നെ പുതിയൊരു അധ്യായം രചിക്കുന്നത്. ഈ മിനിറ്റ്സിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനോടുള്ള മെക്കാളെ പ്രഭുവിൻ്റെ അകാരണമായിട്ടുള്ള ഈറ പ്രകടമായി തന്നെ തെളിഞ്ഞു കാണാമായിരുന്നു. സാഹിത്യത്തിലായാലും ശാസ്ത്രത്തിലായാലും യൂറോപ്യൻ സൃഷ്ടികൾക്ക് മുന്നിൽ അതാത് ഫീൽഡിലെ ഇന്ത്യൻ അറ്റംപ്റ്റുകൾ എത്രമാത്രം ഇൻഫീരിയർ ആണ് എന്ന് ബോധ്യപ്പെടുമെന്ന് മെക്കാളെ പറഞ്ഞു. ഇന്ത്യയിലെയും അറേബ്യയിലെയും ഇന്നോളമുള്ള സ്വദേശി സാഹിത്യം യൂറോപ്പിലെ ഏതെങ്കിലും ഒരു ലൈബ്രറിയിലെ ഒരു ഷെൽഫിൽ ഒതുങ്ങാനുള്ളതേ ഉള്ളൂ എന്ന മെക്കാളയുടെ പരാമർശവും വളരെ പ്രസിദ്ധമാണ്. സംസ്കൃതം, പേർഷ്യൻ തുടങ്ങിയ പൗരാണിക ഭാഷകളിലെ ലിഖിത സാഹിത്യം പഠിച്ചതുകൊണ്ട് മനുഷ്യന് പ്രായോഗിക ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല എന്നും അദ്ദേഹം കരുതി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടാക്കുന്നത് വഴി ജന്മം കൊണ്ട് മാത്രം ഇന്ത്യക്കാരും മറ്റെല്ലാ തരത്തിലും, അതായത് ചിന്താശേഷി കൊണ്ടും പെരുമാറ്റ രീതികൾ കൊണ്ടും ഡ്രസ്സിങ് സെൻസും മറ്റ് ടേസ്റ്റുകളും ഒക്കെ കൊണ്ട് പക്കാ സായിപ്പന്മാരായിട്ടുള്ള പുതുതലമുറയെ വാർത്തെടുക്കുക എന്നതായിരുന്നു മെക്കാളെ കണ്ട സ്വപ്നം. സംസ്കൃതം, അറബി ഭാഷകളിലെ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന ഗ്രാൻറ്റുകളെല്ലാം മെക്കാളെ പ്രഭു വെട്ടിച്ചുരുക്കി. ഇങ്ങനെ സ്വരൂപിക്കുന്ന ഫണ്ട് അദ്ദേഹം അന്ന് ഇംഗ്ലീഷ് ഭാഷ ബോധന മാധ്യമമായിട്ടുള്ള മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വകയിരുത്തി.
അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭുവും മെക്കാളെ പ്രഭുവിൻ്റെ സ്വപ്നങ്ങളോട് മാനസിക ഐക്യമുള്ള ഒരാളായിരുന്നു. 1835 ബെന്റിക് പ്രഭു നടപ്പിലാക്കിയ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് വഴി ഉപഭൂഖണ്ഡത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മാധ്യമം ഇംഗ്ലീഷായി നിജപ്പെടുത്തിയതോടെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ പാശ്ചാത്യ വിദ്യാഭ്യാസ യുഗത്തിന് ഔപചാരികമായിട്ടുള്ള തുടക്കമായി. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരുന്ന വടംവലികൾക്കിടയിൽ അതുവരെ മൗനം മൂടിരുന്ന ഇന്ത്യൻ നവോത്ഥാന നായകരും ചടകുടഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേവലം ഒരു കൾച്ചറൽ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഒരു സോഷ്യൽ മിഷൻ കൂടിയാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. ഈ കൂട്ടത്തിലെ പ്രധാനികളായിട്ടുള്ള ചിലർ രാജാ റാംമോഹൻ റോയ്, ഈശ്വർചന്ദ്ര വിദ്യാസാഗർ, ജ്യോതിബ ഫുലെ, പത്നി സാവിത്രിബാ ഫുലെ എന്നിവർക്ക് അന്ന് ഒരു വെളിപാടുണ്ടാവുന്നുണ്ട്. ഇന്ത്യൻ പൗരന്മാരുടെ ആത്മാഭിമാനം, സമത്വം, ഉന്നമനം ഇതിലേക്കെല്ലാമുള്ള വഴി വിദ്യാഭ്യാസം ഒന്നു മാത്രമാണ്. ബ്രിട്ടീഷ് വിദ്യാഭ്യാസ പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനോട് സഹകരിക്കുന്ന നിലപാടാണ് ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താക്കൾ അന്ന് കൈക്കൊണ്ടത്. ഇന്ത്യൻ യുവത വിദ്യാസമ്പന്നരാകുന്നത് അതിനി പാശ്ചാത്യ രീതിയിലായാലും തങ്ങളുടെ രാജ്യത്തിന് ഗുണമേ ചെയ്യൂവെന്ന് അവർ മനസ്സിലാക്കി. ഇതേ ദിശയിൽ നിരവധി പ്രവർത്തനങ്ങൾ തുടർന്നും ഈ സാമൂഹിക പരിഷ്കർത്താക്കളിൽ നിന്ന് അക്കാലത്ത് ഉണ്ടാകുന്നുണ്ട്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ടിന് ശേഷം ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അടുത്ത ശ്രദ്ധേയമായ ഇടപെടൽ വൂഡ്സ് ഡിസ്പാച്ചാണ്. 1854 ജൂലൈ 19 സർ ചാൾസ് വുഡ് എന്ന ലണ്ടനിലെ ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ അധ്യക്ഷനായിട്ടുള്ളൊരു പണ്ഡിതൻ 100ലധികം ഖണ്ഡികകളുള്ളൊരു വിശദമായ കത്ത് തന്നെ അന്നത്തെ ഗവർണർ ജനറലായിട്ട് ഡൽഹൌസി പ്രഭുവിന് അയച്ചുവിടുന്നു. അന്നോളം പ്രാബല്യത്തിലിരുന്ന മെക്കാളെ സിസ്റ്റത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസും കണ്ടെത്തപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഒക്കെ അടങ്ങിയ ഒന്നായിരുന്നു ആ കത്ത്. കുറെ കൂടി സ്ട്രക്ചേർഡും ഇൻക്ലൂസീവുമായിട്ടുള്ള ഒരു പുതിയ സിസ്റ്റം തന്നെ അത് മുന്നോട്ട് വെച്ചു. പിൽക്കാലത്ത് വൂഡ്സ് ഡിസ്പാച്ച് എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാട്ട എന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമാകാനും വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയും പുതിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനുമെല്ലാം വേണ്ട ആളുകൾക്കുള്ളൊരു റിക്രൂട്ട്മെൻറ്റ് ഗ്രൗണ്ട് കൂടിയായിരുന്നു ഇന്ത്യ അന്ന്. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഘട്ടം ഘട്ടമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ഹൈറാർക്കി നമുക്ക് കാണാനാവുക. അതായത് ഗ്രാമാന്തരങ്ങളിൽ പ്രൈമറി സ്കൂളുകൾ, ജില്ലാ കേന്ദ്രങ്ങളിൽ ഹൈസ്കൂളുകൾ, ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രം ഉപരിപഠനത്തിനു വേണ്ടി കോളേജുകളും സർവകലാശാലകളും. ഇങ്ങനെ നമ്മൾ ഇന്ന് കാണും പോലെയുള്ളൊരു സിസ്റ്റം ആദ്യമായിട്ട് രാജ്യത്ത് നടപ്പിൽ വരുന്നത് ഇക്കാലത്താണ്. അന്നത്തെ പഠനത്തിനൊരു തുടർച്ച, ഒരു ചെയിൻ സ്വഭാവം ഉണ്ടാകുന്നു എന്ന് ഉറപ്പിക്കലായിരുന്നു ഈ പരിഷ്കാരങ്ങളുടെ ലക്ഷ്യം. വൂഡ്സ് ഡിസ്പാച്ച് നിർദ്ദേശിച്ച ഒരു പ്രധാന കാര്യം പ്രൈമറി തലത്തിൽ ബോധന മാധ്യമം പ്രാദേശിക ഭാഷ മതി എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷ ഉന്നത വിദ്യാഭ്യാസത്തിന് മാത്രമേ നിർബന്ധമാക്കാൻ പാടുള്ളൂ എന്നും ഡിസ്പാച്ച് നിഷ്കർഷിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്വദേശിയും വിദേശിയുമായിട്ടുള്ള മൂല്യങ്ങൾക്കിടയിൽ ഒരു ബാലൻസ് സ്ട്രൈക്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് ഭരണകൂടം ആദ്യമായിട്ട് ഔപചാരികമായിട്ട് സമ്മതിക്കുന്നത് ഈ ഡിസ്പാച്ച് വഴിക്കാണ്. ബ്രിട്ടീഷ് ഭരണകൂടം ആദ്യമായി വനിതാ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഏറെക്കുറെ വ്യക്തതയോടുകൂടി പരാമർശിക്കുന്ന ഒരു പോളിസി ഡോക്യുമെൻറ്റും ഇത് തന്നെയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാരുടേതിന് തുല്യമായി തന്നെ വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഉണ്ടായിരിക്കണമെന്ന് ഇതിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. സ്ത്രീകളെ അധ്യാപകരാക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും സ്ത്രീകളെ പഠിപ്പിക്കാനുള്ള സ്ഥാപനങ്ങളെ പ്രൊമോട്ട് ചെയ്യണമെന്നും ഇതിൽ പറയുന്നു. മുൻകാലങ്ങളിൽ സാവിത്രി ഫുലെ പോലുള്ളവർ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കും വേണ്ടി നടത്തിയ അക്ഷീണ സമരങ്ങൾക്ക് ചെറിയൊരു അംഗീകാരമെങ്കിലും കിട്ടിയതും ഇതിൽ തന്നെയാണ്. ഡിസ്പാച്ചിലെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി പ്രൊവിൻസിന് 1 വീതം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങാൻ അന്ന് ധാരണയായി. വിദ്യാഭ്യാസത്തെ ഗവൺമെൻറ് സെക്ടറിൽ കൊണ്ടുവരാനുള്ള നീക്കത്തിൻ്റെ ആദ്യത്തെ പടിയായിരുന്നു ഇത്. കൽക്കത്ത, ബോംബെ, മദ്രാസ് എന്നീ പ്രസിഡൻസി ടൗണുകളിലും യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനെ മാതൃകയാക്കിയിട്ട് ഓരോ സർവകലാശാല വീതം സ്ഥാപിക്കാനും അന്ന് തീരുമാനമായി. 3 വർഷത്തിനിപ്പുറം 1857 ഈ 3 സർവകലാശാലകളും പ്രവർത്തനക്ഷമമായി. ഉന്നത വിദ്യാഭ്യാസം വളരെ സ്ട്രക്ചേർഡായിട്ടുള്ള സ്റ്റേറ്റ് കൺട്രോൾഡായിട്ട് മാറിയ ഒരു യുഗത്തിൻ്റെ തുടക്കമായിരുന്നു അത്. വൂഡ്സ് ഡിസ്പാച്ചിൻ്റെ ചുവട് പിടിച്ച് ഇങ്ങ് തിരുവിതാംകൂറിലും വിദ്യാഭ്യാസ രംഗത്ത് പല പരിഷ്കാരങ്ങൾക്കും പദ്ധതികൾ ഒരുങ്ങുന്നുണ്ട്. 1858 ഈ ദിശയിൽ ആദ്യമായി ഒരു നീക്കം നടത്തിയത് അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന ടി മാധവറാവുവാണ്. ഒരു 3 tier സ്ട്രാറ്റജി ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, മിഷണറി സ്കൂളുകൾക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ അനുവദിക്കുക, ഏകീകൃത സിലബസുള്ള സ്വകാര്യ സ്കൂളുകളെയും പ്രോത്സാഹിപ്പിക്കുക. ഇതായിരുന്നു റാവുവിൻ്റെ പ്ലാൻ. ഇതൊക്കെ ഒരു വശത്തുകൂടി നടക്കുമ്പോഴും നാട്ടിൽ ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങളും ചൂഷണങ്ങളും ഒക്കെ കൊടികുത്തി വാഴുക തന്നെയായിരുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഭദ്രമെന്ന് തോന്നിപ്പിച്ചിരുന്നുവെങ്കിലും ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനം അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയ കാലമായിരുന്നു അത്. 1870കളിൽ ഇന്ത്യൻ പ്രൈമറി വിദ്യാഭ്യാസം കെടുകാര്യസ്ഥതയുടെ കൂത്തരങ്ങായി മാറി. സ്കൂളുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഒന്നിനു പിന്നാലെ ഒന്നായി വളരെ ക്രിട്ടിക്കലായിട്ട് വരാൻ തുടങ്ങിയത് ഇന്ത്യയിലെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന റിപ്പൺ പ്രഭുവിനെ അലട്ടുന്നു. വിദ്യാഭ്യാസം എന്നത് ഇന്ത്യൻ നഗരങ്ങളിലെ ചുരുക്കം ചില സമ്പന്നർക്ക് മാത്രമായി ചുരുങ്ങിപ്പോകരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ആ നിർബന്ധത്തിൻ്റെ പേരിൽ അദ്ദേഹം അന്ന് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി അന്നത്തെ അറിയപ്പെടുന്ന സിവിൽ സർവൻറ്റും ചരിത്രകാരനുമായിരുന്ന
സർ വില്യം വിൽസൺ ഹണ്ടർ അധ്യക്ഷനായി ഹണ്ടർ കമ്മീഷനെ നിയോഗിക്കുന്നു. വുഡ്സ് ഡിസ്പാച്ചിന് ശേഷം നടന്ന ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ റെട്രോസ്പെക്ഷൻ. ഈ ഹണ്ടർ കമ്മീഷൻ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഇന്ത്യൻ അധ്യാപകരുടെയും മിഷണറിമാരുടെയും ഒഫീഷ്യൽസിൻ്റെയും ഇന്ത്യൻ നവോത്ഥാന നായകരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു. വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന അൺപ്രിവിലേജ് ക്ലാസ്സിലേക്ക് എത്തിപ്പെടാനാവാതെ പോകുന്നതാണ് നിലവിലെ പ്രശ്നമെന്ന് കമ്മീഷൻ കണ്ടെത്തി. മാസ് എഡ്യൂക്കേഷനെ കുറിച്ച് അന്നുവരെ ഉണ്ടായിരുന്ന ധാരണ മെക്കാളെ പ്രഭു മുന്നോട്ട് വച്ച ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറിയാണ് ശരി എന്നതായിരുന്നു. അതായത് ഉയർന്ന ജാതിക്കാരെ, സമൂഹത്തിൻ്റെ മേലേക്കടയിലുള്ളവരെ വിദ്യാസമ്പന്നരാക്കി മാറ്റുകയാണെങ്കിൽ കാലക്രമത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുള്ളവരും ഇവൻച്വലി വിദ്യാഭ്യാസം നേടിക്കൊള്ളുമെന്നാണ് ആ തിയറി പറഞ്ഞിരുന്നത്. അത് തെറ്റാണ് എന്ന് കാലം തെളിയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. സമ്പന്നർ കൂടുതൽ സമ്പന്നരും വിദ്യാസമ്പന്നരുമൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന പാവപ്പെട്ടവർ കൂടുതൽ കൂടുതൽ പാർശ്വവൽക്കൃതരും അജ്ഞരുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയിലെ പ്രൈമറി വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ മാത്രം വിഷയമാണ് എന്നും ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് തീർത്തു പറയുന്നു. പ്രൈമറി സ്കൂളുകളുടെ നടത്തിപ്പ് ജില്ലാ ഭരണകൂടങ്ങളെയും മുനിസിപ്പാലിറ്റികളെയും ഏൽപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. എന്നാൽ ഇങ്ങനെ ഒരു വഴിക്ക് വിദ്യാഭ്യാസ രംഗത്തെ ആമൂലാഗ്രം പരിഷ്കാരങ്ങൾക്ക് വിധേയമാക്കുമ്പോഴും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം അതിൻ്റെ തലപ്പത്തുള്ള പിടിയും മുറുക്കിക്കൊണ്ടിരുന്നു. റാലിസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ ബലത്തിൽ 1904 കഴ്സൺ പ്രഭു ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റീസ് ആക്ട് കൊണ്ടുവരുന്നു. ഇന്ത്യൻ സർവകലാശാലകളിൽ ഉരുണ്ടുകൂടിക്കൊണ്ടിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഊർജ്ജത്തെ അടിച്ചമർത്തുക എന്നത് മാത്രമായിരുന്നു പുതിയ നിയമത്തിൻ്റെ ലക്ഷ്യം. 1917 നിലവിൽ വന്ന സാഡ്ലർ കമ്മീഷൻ രാജ്യത്ത് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം എന്ന സങ്കല്പം അവതരിപ്പിക്കുന്നു. 1947 സ്വാതന്ത്ര്യത്തിൻ്റെ പുതുവഴികളിലൂടെ രാജ്യം നടന്നു തുടങ്ങിയെങ്കിലും അതിനപ്പോഴും ഉണ്ടായിരുന്നത് കൊളോണിയൽ എംപയറിൻ്റെ മെച്ചം മാത്രം ലക്ഷ്യം വെച്ച് അവർ വിഭാവനം ചെയ്ത ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. കൊളോണിയൽ ഇംഗ്ലീഷ് എന്നത് ആ ബേബി റിപ്പബ്ലിക്കിൻ്റെ അധികാര ഇടനാഴികളിലെ മുഷ്കിൻ്റെ ഭാഷയായിട്ട് മാറി. അന്നത്തെ ജോലി അവസരങ്ങൾ ഇംഗ്ലീഷ് അറിയുന്ന ചുരുക്കം ചിലർക്ക് മാത്രമായി പരിമിതപ്പെട്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്ന സാധാരണക്കാർ സ്വാഭാവികമായും പാർശ്വവൽകൃതരായി. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിന് അമരത്തെത്തിയ പുതിയ ജനകീയ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ആ $1 മില്യൺ ചോദ്യമെത്തുന്നു. സ്വതന്ത്ര ഇന്ത്യക്ക് ഏതുതരം വിദ്യാഭ്യാസ സമ്പ്രദായമാണ് വേണ്ടത്? 1935 ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് രാജ്യത്തൊരു ഫെഡറൽ ഭരണവ്യവസ്ഥ കൊണ്ടുവരികയും വിദ്യാഭ്യാസത്തെ പ്രൊവിൻഷ്യൽ ലിസ്റ്റിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതായത് പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് അവരവരുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ നിശ്ചയിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും എന്നതായിരുന്നു ആ സാഹചര്യം. ആ ഒരു സംവിധാനത്തിൽ ഏതാണ്ട് 10-12 വർഷം കഴിഞ്ഞ ശേഷം പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വിദ്യാഭ്യാസം എന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരിക്കുന്ന വിഷയത്തിൽ ദേശീയമായിട്ടുള്ളൊരു കൺസെൻസസ് കൊണ്ടുവരിക എന്നത് ഏറെ പ്രയാസമായിട്ട് മാറി. അന്ന് പക്ഷേ കോൺഗ്രസിൻ്റെ പോപ്പുലാരിറ്റി അതിൻ്റെ പരമാവധി എത്തി നിൽക്കുന്ന കാലമാണ്. ഒരുവിധം സംസ്ഥാനങ്ങളെല്ലാം കോൺഗ്രസ് ഭരണത്തിലാണ്. വിദ്യാഭ്യാസം ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് ആയാലും കൺകറൻറ്റ് ലിസ്റ്റ് ആയാലും പ്രമേയങ്ങൾ പാസ്സാക്കി കിട്ടാൻ കോൺഗ്രസ്സിന് യാതൊരു പ്രയാസവും ഇല്ലാതിരുന്ന കാലമാണ്. അക്കാലത്ത് 1948 നെഹ്റു ഗവൺമെൻറ് അന്നത്തെ അറിയപ്പെടുന്ന ചിന്തകനായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുന്നു. മികച്ച വിദ്യാഭ്യാസമാണ് ഏതൊരു രാജ്യത്തിൻ്റെയും ആത്മാവിനെ പരുവപ്പെടുത്തുന്നത് എന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്ന ഒരാളായിരുന്നു സർവേപ്പള്ളി രാധാകൃഷ്ണൻ. 1949 അദ്ദേഹം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഒരു റെഫറൻസ് ഡോക്യുമെൻ്റ് തന്നെയായിട്ട് ആ റിപ്പോർട്ട് മാറി. ഈ ഒരു റിപ്പോർട്ടിൽ രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ളത് രാജ്യത്തെ സർവകലാശാലകൾ മനുഷ്യത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും യുക്തിചിന്തയുടെയും ആശയങ്ങൾക്ക് പിന്നാലെയുള്ള സാഹസിക യാത്രകളുടെയും സത്യത്തിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ നിരന്തരമായ അന്വേഷണത്തിൻ്റെയും ഒക്കെ ഇടങ്ങളാകണം എന്നാണ്. രാജ്യത്തെമ്പാടുമുള്ള ഉന്നത വിദ്യാഭ്യാസ കലാലയങ്ങളെ സെൻട്രലൈസ്ഡ് ആയിട്ട് നിയന്ത്രിക്കാൻ ഒരു ബോഡി ഉണ്ടാകണമെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിക്കുന്നത് ഈ കമ്മീഷനാണ്. ഈ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളെ പിൻപറ്റിയാണ് 1956 രാജ്യത്ത് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ അഥവാ UGC സ്ഥാപിതമാകുന്നത്. തുടർന്ന് വന്ന പതിറ്റാണ്ടുകളിൽ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ UGCക്കുള്ള പങ്ക് ഒട്ടും ചെറുതല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തന്നെ രാധാകൃഷ്ണൻ റിപ്പോർട്ടിനെ പിന്നീട് ഒരിക്കൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ഇന്ത്യൻ പഠനങ്ങളിൽ ഒന്ന് എന്നാണ്. എന്നാൽ ഈ പറഞ്ഞ വിശേഷണങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് രായ്ക്കുരാമാനമുള്ള മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. 1960കൾ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികൾ മൂർച്ഛിച്ച ഒരു കാലയളവാണ്. വിദ്യാലയങ്ങളിലേക്ക് വിദ്യാഭ്യാസം ആഗ്രഹിച്ചെത്തുന്നവരുടെ എണ്ണത്തിൽ അന്ന് വർധനമുണ്ടാകുന്നുണ്ടെങ്കിലും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ്റെ പോക്ക് താഴോട്ട് തന്നെയായിരുന്നു. സ്കൂളുകളിൽ പലതിലും പ്രാഥമിക സൗകര്യങ്ങൾ പോലുമില്ല. വാദ്യന്മാർക്ക് വേണ്ട അധ്യാപന പരിശീലനമോ അതിജീവനത്തിന് പോലും തികയുന്ന ഒരു ശമ്പളമോ ഒന്നില്ല. പഴയ കൊളോണിയൽ ഹാങ് ഓവർ പേറുന്ന സിലബസ് തന്നെയാണ് അപ്പോഴുമുള്ളത്. അതിന് ഇന്ത്യൻ ജനതയുടെ അഭിനിവേശങ്ങളോടോ
അല്ലെങ്കിൽ സ്വപ്നങ്ങളോടോ അവരുടെ ദൈനംദിന ആവശ്യങ്ങളോട് പോലുമോ യാതൊരു പ്രതിപത്തിയും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നേടിയത് എന്നത് നിങ്ങളുടെ പ്രിവിലേജിൻ്റെ സൂചകമായിരുന്നു അന്ന്. സമ്പന്നരുടെ മക്കൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉപരിപഠനത്തിന് വേണ്ടി പ്രസിദ്ധമായിട്ടുള്ള കലാലയങ്ങളിൽ ചെന്നു ചേർന്നു. അതേസമയം യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാത്ത സർക്കാർ സ്കൂളുകളിൽ, ചോർന്നൊലിക്കുന്ന ഓല ഷെഡുകളിൽ, ഓവർ ക്രൗഡഡായിട്ടുള്ള ക്ലാസ്സുകളിൽ തിങ്ങി ഞെരുങ്ങി പഠിക്കാൻ വിധിക്കപ്പെട്ട സാധാരണക്കാരുടെ മക്കളിൽ ഭൂരിപക്ഷവും പലവിധ പ്രയാസങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയേ നിർത്തി ഉപജീവനത്തിനിറങ്ങി. 1964 ഗവൺമെൻറ് അന്നത്തെ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ വിചക്ഷണനും UGC ചെയർമാനുമായിരുന്ന ഡോക്ടർ ദൗലത് സിംഗ് കോഠാരിയുടെ അധ്യക്ഷതയിൽ ഒരു എഡ്യൂക്കേഷൻ കമ്മീഷനെ നിയോഗിക്കുന്നു. കോഠാരി കമ്മീഷൻ 2 വർഷം ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയെ പഠിക്കാൻ വേണ്ടി ചെലവിടുന്നു. കമ്മീഷൻ സ്കൂളാന്തരം കയറിയിറങ്ങി നടന്ന് സർവേ നടത്തുന്നു. അധ്യാപകരോടും വിദ്യാർത്ഥികളോടും കമ്മീഷൻ സംസാരിക്കുന്നു. സ്കൂൾ ബജറ്റുകളെ വിശകലനം ചെയ്യുന്നു. കെട്ടിടങ്ങളെ ഓഡിറ്റ് ചെയ്യുന്നു. ഒടുവിൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ കമ്മീഷൻ അതിൻ്റെ റെക്കമെൻഡേഷൻ അടങ്ങിയ റിപ്പോർട്ട് 1966 കേന്ദ്രത്തിന് സമർപ്പിക്കുന്നു. രാജ്യത്ത് അന്നോളം പിന്തുടർന്നു പോന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ ഏകീകരിച്ചുകൊണ്ട് 10+2+3 എന്നൊരു ഫോർമാറ്റ് കൊണ്ടുവരുന്നത് കോഠാരി കമ്മീഷനാണ്. 10 വർഷത്തെ പൊതുവിദ്യാഭ്യാസത്തെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും രണ്ടായി തിരിച്ച് നടപ്പിലാക്കും. അതിനുശേഷം 2 വർഷത്തെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. സ്പെഷ്യലൈസേഷൻ ലക്ഷ്യമിട്ട് വിഷയങ്ങളെ ഹയർ സെക്കൻഡറി തലത്തിൽ തരംതിരിച്ച അന്നത്തെ രീതിയാണ് പിൽക്കാലത്ത് സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സ്ട്രീമുകൾക്ക് അടിത്തറയിടുന്നത്. ഹയർ സെക്കൻഡറി കഴിഞ്ഞുള്ള 3 വർഷം അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റഡി, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇങ്ങനെയൊരു സ്കീമാണ് കോഠാരി കമ്മീഷൻ ഇന്ത്യ മുഴുവൻ ഏകീകൃതമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി അന്ന് നിർദ്ദേശിക്കുന്നത്. അന്നുവരെ ചില സ്റ്റേറ്റുകളിൽ കോളേജിന് മുമ്പ് 11 കൊല്ലമായിരുന്നു പഠിക്കേണ്ടിയിരുന്നത്, ചിലതിൽ അത് 12 കൊല്ലമായിരുന്നു. അങ്ങനെ ആകെപ്പാടെ ആശയക്കുഴപ്പത്തിനുള്ള ഇടമുണ്ടായിരുന്നു അന്നത്തെ സിസ്റ്റത്തിൽ. ചുരുക്കത്തിൽ അന്നുവരെ നിലവിലുണ്ടായിരുന്ന പലതരത്തിലുള്ള സിസ്റ്റങ്ങളെ ഏകീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കോഠാരി കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മുഴുവൻ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പുതിയ സിസ്റ്റം നടപ്പിൽ വന്നാൽ ഒരു സ്റ്റേറ്റ് വിട്ട് മറ്റു സ്റ്റേറ്റിലേക്ക് പഠിക്കാൻ പോയാലും വിദ്യാർത്ഥികൾക്ക് സമയനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത അന്ന് കുറയുന്നു. ഈ കോഠാരി കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് 1968 സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന പേരിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ രാജ്യവ്യാപകമായി, വിശേഷിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കിയെടുക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമായിരുന്നു. ഈ ഒരു പോളിസി മുന്നോട്ട് വെച്ച 3 ലാംഗ്വേജ് ഫോർമുല, അതായത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥിയും 3 ഭാഷകൾ പഠിച്ചിരിക്കണം എന്ന നിർബന്ധമായിരുന്നു ഇതിന് കാരണം. അതായത് മാതൃഭാഷ ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി എന്നിങ്ങനെ 3 ഭാഷകൾ നിർബന്ധമായും പഠിച്ചിരിക്കണമെന്ന കേന്ദ്രത്തിൻ്റെ വാശിക്കെതിരെ അന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കലാപക്കൊടി ഉയർത്തുന്നു. ഹിന്ദിയിതര സ്റ്റേറ്റുകളിലെ ജനങ്ങൾക്കുമേൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ളൊരു നീക്കമായി പലരും ഇതിനെ കാണുന്നു. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഈ ഒരു 3 ലാംഗ്വേജ് ഫോർമുല മറ്റൊരു തരത്തിൽ നടപ്പിലാക്കി മുഖം രക്ഷിക്കാൻ ചില നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 1969 അന്ന് ഹരിയാനയിൽ മുഖ്യമന്ത്രിയായിരുന്ന ബൻസിലാൽ തമിഴിനെ സംസ്ഥാനത്തിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത് പിന്നീട് 2010 തമിഴ് സംസാരിക്കുന്നവരുടെ എണ്ണം സംസ്ഥാനത്ത് തീരെ ഇല്ലാത്തതിൻ്റെ പേരിൽ റദ്ദാക്കപ്പെട്ടിരുന്നു. അതുപോലെ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ തമിഴ്, തെലുഗു ഭാഷകൾ പഠിക്കാനുള്ള ഓപ്ഷൻ കൊണ്ടുവന്ന ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിനും പിന്നീട് പഠിക്കാനോ പഠിപ്പിക്കാനോ ആളെ കിട്ടാഞ്ഞ് അത് പിൻവലിക്കേണ്ടി വന്നിരുന്നു. രാജ്യത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 6% വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന കോഠാരി കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ടായിരുന്നു. അത്രയും ഫണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ അന്നത്തെ സാഹചര്യത്തിൽ ഗവൺമെൻറ് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ ഈ പ്രഖ്യാപനങ്ങൾക്കും ലക്ഷ്യപ്രാപ്തിക്കും ഇടയിലെ ഗ്യാപ്പ് വർഷം ചെല്ലുന്തോറും വർദ്ധിച്ചു വന്നു. കടലാസിൽ ഏറെ മികച്ചത് എന്ന തോന്നൽ ഉളവാക്കിയെങ്കിലും ഇന്ദിരാ ഗവൺമെൻറ് നയത്തിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറായി എങ്കിലും നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ വേണ്ടത്ര ഫണ്ടിങ് ഇല്ലാതെ പോയതും സംസ്ഥാനങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതയുമൊക്കെ കാരണം 68 നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം ഏട്ടിലെ പശുവായിട്ട് ഒടുങ്ങിപ്പോന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ നിരവധി സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളുമൊക്കെ പുതുതായിട്ട് ആരംഭിക്കുന്നുണ്ട്. എന്നാലും ഓരോ സംസ്ഥാനവും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കോഴ്സുകൾ ചാർട്ട് ചെയ്യാനും വിദ്യാഭ്യാസ രംഗത്തെ വീണ്ടും പരിഷ്കരിക്കാനും തുടങ്ങി. വിദ്യാഭ്യാസം അപ്പോഴും ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിരുന്നതുകൊണ്ട് കേന്ദ്രത്തിന് അക്കാര്യത്തിലുള്ളൊരു നിയന്ത്രണവും കുറവ് തന്നെയായിരുന്നു. ഇക്കാര്യത്തിലൊരു മാറ്റമുണ്ടാകുന്നത് 1976 ഇന്ദിരാ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിയുക്തമായിട്ടുള്ള സ്വരൺ സിംഗ് കമ്മിറ്റി വിദ്യാഭ്യാസത്തെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശുപാർശ ചെയ്യുന്നതോടെയാണ്. അതോടെ വിദ്യാഭ്യാസം എന്നത് സ്റ്റേറ്റിനും സെൻറ്ററിനും ഒരുപോലെ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന ഒന്നായിട്ട് മാറി. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് പാസ്സാക്കിയ ഭരണഘടനയുടെ 42ാം അമെൻമെൻറ്റിലൂടെ ഈ ശുപാർശ നടപ്പിൽ വന്നു.
അതോടെ രാജ്യത്ത് പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിലെ വിദ്യാഭ്യാസ നയം പരുവപ്പെട്ടു വന്നതിൻ്റെ ആധാരശിലയായിട്ട് 76 ഈ പരിഷ്കാരം മാറി. ഇതിൻ്റെ ചുവട് പിടിച്ച് 1986 രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ വീണ്ടും ഒരു പുതിയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കപ്പെട്ടു. അന്ന് HRD മിനിസ്റ്ററായിരുന്ന നരസിംഹറാവു ആണ് പാർലമെൻറ്റിൽ ഈ പുതിയ ബില്ല് അവതരിപ്പിക്കുന്നത്. നിലവിലെ വിദ്യാഭ്യാസ നയത്തെ ആധുനികവൽക്കരിക്കുക, സാമൂഹികവും പ്രാദേശികവുമായിട്ടുള്ള പരിമിതികൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നതൊക്കെ ആയിരുന്നു ഈ പുതിയ നയത്തിൻ്റെ ലക്ഷ്യം. ഈ പോളിസി നടപ്പിലാക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി സർക്കാർ 1986 പ്രോഗ്രാം ഓഫ് ആക്ഷൻ പ്രഖ്യാപിക്കുന്നു. അതിൽ നിന്ന് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിൻ്റെ ഉദയമുണ്ടാകുന്നു. ഇന്ത്യയിലെ ഓരോ പ്രൈമറി സ്കൂളിലും ചുരുങ്ങിയത് 2 ക്ലാസ് റൂമെങ്കിലും ഉണ്ടാവണം, 2 ടീച്ചർമാരെങ്കിലും ഉറപ്പായും വേണം. അതിൽ 1 സ്ത്രീ ആയിരിക്കണം. സ്കൂളിൽ വേണ്ട ഫർണിച്ചർ, ടോയ്ലറ്റുകൾ, ബ്ലാക്ക് ബോർഡുകൾ, അനുബന്ധ സാമഗ്രികളൊക്കെയും ഉണ്ടായിരിക്കണം. അങ്ങനെ ഈ മിഷൻ പ്രകാരം സാക്ഷാത്കരിക്കാൻ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പലതും വളരെ ബേസിക് ആയിരുന്നു. നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അടുത്തതായിട്ടൊരു മാറ്റം ഉണ്ടാകുന്നത് 1992 1986 പോളിസി അവതരിപ്പിച്ച നരസിംഹറാവു അന്ന് പ്രധാനമന്ത്രിയാണ്. HRD മിനിസ്റ്റർ അർജുൻ സിംഗ്. 1990 ആചാര്യ രാമമൂർത്തി അധ്യക്ഷനായിട്ട് രൂപീകരിച്ച റിവ്യൂ കമ്മിറ്റി 92 അതിൻ്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ഇതിനെ പിന്നീട് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓൺ എഡ്യൂക്കേഷൻ അഥവാ കേബ് ചേർന്ന് ഈ റിവ്യൂ കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് കേന്ദ്രം വിദ്യാഭ്യാസ രംഗത്ത് റിവൈസ്ഡ് പോളിസി ഫോർമുലേഷൻസ് നടപ്പിലാക്കുന്നത്. കേരളത്തിലെ സ്കൂളുകളുടെ പാഠ്യക്രമം തന്നെ വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ പൊളിച്ചെഴുതിയ ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ DPP എന്ന പുതിയ സിലബസ് നടപ്പിലാക്കപ്പെടുന്നത് ഈ റിവൈസ്ഡ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. 2020 ജൂലൈ 29 1986 രണ്ടാമത്തെ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിൽ വന്ന് 34 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരിക്കൽ കേന്ദ്രം വിദ്യാഭ്യാസ നയത്തിലൊരു പൊളിച്ചെഴുത്തിന് മുതിരുന്നത്. 2009 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള എല്ലാ ഇന്ത്യൻ കുട്ടികൾക്കും എലിമെൻ്ററി എഡ്യൂക്കേഷനുള്ള അവകാശം ഭരണഘടനാപരമായി തന്നെ അനുവദിച്ച് നൽകിക്കൊണ്ട് കേന്ദ്രം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സാക്കിയിരുന്നു. എന്നാൽ 2020 പുതിയ നയത്തിൽ ഇതിനേക്കാളൊക്കെ വലിയ വാഗ്ദാനങ്ങൾ പലതും ഉണ്ടായിരുന്നു. കൊഠാരി കമ്മീഷൻ്റെ 10+2+3 എന്ന ഫോർമാറ്റിനെയാണ് ഈ പുതിയ നയമെടുത്ത് ആദ്യമായിട്ട് തോട്ടിലെറിയുന്നത്. 5+3+3+4 എന്നതാണ് പുതിയ നിർദ്ദേശം. ഇതിൻ്റെ ആദ്യത്തെ 5 വർഷം ഫൗണ്ടേഷണൽ സ്റ്റേജാണ്. കുട്ടികൾ പ്രീ സ്കൂളിൽ ചെലവിടുന്ന 3 വർഷവും പ്രൈമറി സ്കൂളിലെ ആദ്യത്തെ 2 വർഷവും ചേർന്നതാണ് ഈ 5 വർഷം. ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയെ രാജ്യം അതിൻ്റെ ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയ ഒരു നിമിഷമാണിത്. ഈ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ ടെക്സ്റ്റ് ബുക്കുകളേക്കാൾ പ്രസക്തി കഥകൾക്കും നാടകങ്ങൾക്കും സംഗീതത്തിനും ആക്ടിവിറ്റികൾക്കുമാണ്. കുട്ടികളെ പരീക്ഷകൾക്ക് തയ്യാറെടുപ്പിക്കുന്നതിനൊപ്പം അവരുടെ കൗതുകവും ഭാവനയും ആത്മവിശ്വാസവും ഒക്കെ വളർത്തിക്കൊണ്ടു വരുന്നതിലാണ് ഇവിടെ ശ്രദ്ധ. ഇതിന് ശേഷം വരുന്ന ഘട്ടമാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. അതിൽ 3-ാം തരം മുതൽ 5-ാം തരം വരെയുള്ള ക്ലാസ്സുകളാണ്. ഈ സ്റ്റേജിലാണ് കുട്ടികൾ പതുക്കെ വായന, എഴുത്ത്, ഗണിതത്തിൻ്റെ ബാലപാഠങ്ങൾ തുടങ്ങിയവ പരിചയപ്പെടുക. ഈ റോട്ട് മെമ്മറൈസേഷന് പകരം ആക്ടിവിറ്റി ബേസ്ഡ് ലേണിങ്ങിനാണ് ഈ ഘട്ടത്തിൽ ഊന്നൽ കൊടുക്കുന്നത്. 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകൾ അറിയപ്പെടുന്നത് മിഡിൽ സ്റ്റേജ് എന്നാണ്. അവിടെ ഒരു പടി കൂടി കടന്ന് വിദ്യാർത്ഥികൾക്ക് പ്രൊജക്റ്റുകൾ, എക്സ്പെരിമെൻറ്റുകൾ, അനലിറ്റിക്കൽ തിങ്കിങ് അങ്ങനെ പലതിലും ഏർപ്പെടേണ്ടി വരും. ഇതും കടന്നു ചെല്ലുമ്പോഴാണ് 9-ാം തരം മുതൽക്ക് 12-ാം തരം വരെ നീളുന്ന സെക്കൻഡറി സ്റ്റേജ് എത്തുക. ഇവിടെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏത് വിഷയങ്ങൾ തമ്മിലും കമ്പൈൻ ചെയ്തെടുത്ത് പഠിക്കാനുള്ള അവസരമുണ്ട്. ഉദാഹരണത്തിന് വേണമെങ്കിൽ സയൻസിൻ്റെ കൂടെ ആർട്സ് പഠിക്കാം, ഹ്യൂമാനിറ്റീസ് പഠിക്കാം, ഇതിന് വൊക്കേഷണൽ സബ്ജക്റ്റ് പോലും പഠിക്കാൻ ഓപ്ഷനുണ്ട്. അതായത് കുട്ടികൾക്ക് അവരുടെ താല്പര്യങ്ങളെ പിന്തുടർന്ന് അവർക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനുകളിൽ വിഷയങ്ങൾ പഠിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം പുതിയ വിദ്യാഭ്യാസ നയത്തിലുണ്ട് എന്നർത്ഥം. NEP 2020 മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മാറ്റങ്ങളിലൊന്ന് ബോർഡ് എക്സാമുകളോടുള്ള അതിൻ്റെ സമീപനമാണ്. ഇന്ത്യൻ സ്കൂളുകൾ വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ടെൻഷനുള്ള ഏറെ നിർണായകമായിട്ടുള്ള പരീക്ഷാ ഫോർമാറ്റ് പതുക്കെ വിദ്യാർത്ഥികളുടെ ഓർമ്മശക്തിയേക്കാൾ അവരുടെ വിഷയങ്ങളിലെ ധാരണയും സ്കില്ലുമൊക്കെ അളക്കാൻ ശ്രമിക്കുന്ന പുതിയ പരീക്ഷാ രീതികൾക്ക് വഴിമാറുമെന്ന് ഈ പോളിസിയിൽ പരാമർശമുണ്ട്. പരീക്ഷാ സമ്പ്രദായത്തിലെ ഈ പുതിയ മാറ്റം സുതാര്യമാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി PARAK എന്ന പേരിൽ പെർഫോമൻസ് അസസ്മെൻറ്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ ഒരു പുതിയ സമിതി രൂപീകരിക്കാനും നയത്തിൽ നിർദ്ദേശമുണ്ട്. പുതിയൊരു ഇവാലുവേഷൻ മെത്തേഡ് തികച്ചും സ്റ്റാൻഡേർഡൈസ്ഡ് ആയി തന്നെ രാജ്യം മുഴുവൻ ഒരുപോലെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും ഈ സമിതി നടത്തുക. ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങൾ കുറെ കൂടി വിപ്ലവാത്മകമാണ്. പതിറ്റാണ്ടുകളായിട്ട് ഇന്ത്യൻ സർവകലാശാലകളിൽ പലതരത്തിലുള്ള കമ്പാർട്ട്മെൻ്റലൈസേഷനുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് സയൻസ് വേഴ്സസ് ആർട്സ്, അല്ലെങ്കിൽ തിയറി ആൻഡ് പ്രാക്ടീസ്, അതുമല്ലെങ്കിൽ അക്കാഡമിക് വേഴ്സസ് വൊക്കേഷണൽ, ഇങ്ങനെ വേർതിരിവുകൾ പലതും ഉണ്ടായിരുന്നു. ഈ ബൗണ്ടറികൾ ബ്രേക്ക് ചെയ്യാനാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇനി വേണമെങ്കിൽ ഫിസിക്സിനൊപ്പം ഫിലോസഫിയും പഠിക്കാനായേക്കും, ഹിസ്റ്ററിക്കൊപ്പം വേണമെങ്കിൽ കെമിസ്ട്രിയും കൂടെ പഠിക്കാം.
വിദ്യാഭ്യാസത്തെ മൾട്ടി ഡിസിപ്ലിനറി ആക്കി മാറ്റുക, ഒരു വിഷയത്തിൽ ഒരു മേഖലയിൽ മാത്രം അറിവുള്ള സ്പെഷ്യലിസ്റ്റുകൾക്ക് പകരം പലതരത്തിലുള്ള ആശയങ്ങളെ കണക്ട് ചെയ്യാനാകുന്ന ചിന്താശേഷിയുള്ള വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവരിക എന്നിങ്ങനെയുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള സ്വപ്നങ്ങളാണ് NEP ഡോക്യുമെൻ്റ് വായിച്ചാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാനാവുക. ഈ പുതിയ നയത്തിന് കീഴിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളും അടിമുടി മാറാൻ പോവുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഇനി ഫിക്സ്ഡ് ആയിട്ടുള്ള 3 ഇയർ ഡിഗ്രി കോഴ്സുകൾക്ക് പകരം മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് പോയിന്റുകളുള്ള 3-4 ഇയർ പ്രോഗ്രാമുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ തിരഞ്ഞെടുക്കാം. 1 വർഷം കൊണ്ട് കോഴ്സ് ലീവ് ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നൽകും. 2 വർഷം കഴിഞ്ഞ് എക്സിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്വാൻസ്ഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. 3 വർഷം കഴിഞ്ഞാണ് എക്സിറ്റ് എടുക്കുന്നതെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങി കോളേജ് വിടാം. 4 വർഷം വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് കിട്ടും. പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ മറ്റൊരു സവിശേഷത കോഴ്സ് ഇടയ്ക്ക് വെച്ച് താൽക്കാലികമായിട്ട് നിർത്തി ജോലിക്കോ മറ്റോ പോകാനും തിരികെ വരുമ്പോൾ അത്രയും നാളത്തെ പഠനം എവിടെ വെച്ച് നിർത്തിയോ അവിടെ വെച്ച് തന്നെ തുടരാനുമുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്. ഇത് സാക്ഷാത്കരിക്കാൻ വേണ്ടി പോളിസി നമ്മുടെ ഒരു സിബിൽ സ്കോറിൻ്റെ മാതൃകയിൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാർത്ഥി അയാളുടെ പഠനകാലത്ത് ഏൺ ചെയ്യുന്ന ക്രെഡിറ്റുകളെല്ലാം ഈ ബാങ്കിൽ ഭദ്രമായിരിക്കും. എത്ര നാൾ കഴിഞ്ഞ് വിദ്യാഭ്യാസം തുടരാൻ വേണ്ടി എത്തിയാലും ഈ ക്രെഡിറ്റുകളിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പഠിത്തം തുടരാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലും കാര്യമായ മാറ്റങ്ങളുണ്ട്. 4 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി 1 കൊല്ലത്തെ കോഴ്സ് കൂടി ചെയ്താൽ ബിരുദാനന്തര ബിരുദം നേടാം. നിലവിലെ MPhil കോഴ്സ് പൂർണ്ണമായും റദ്ദാക്കി പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം വിദ്യാർത്ഥികൾക്ക് നേരിട്ട് PhD പഠനത്തിലേക്ക് കടക്കാനുള്ള ഓപ്ഷനുമുണ്ട് നിലവിൽ. അധ്യാപക പരിശീലനവും പുതിയ വിദ്യാഭ്യാസ നയത്തോടെ വലിയ തോതിൽ മാറിയിട്ടുണ്ട്. 2030 കഴിഞ്ഞാൽ അധ്യാപകർക്കുള്ള മിനിമം യോഗ്യത 4 വർഷത്തെ ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും. നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ചതടക്കമുള്ള സകല പരിഷ്കാരങ്ങളും ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിലൊരു ബോഡി രൂപീകരിക്കണമെന്നും പോളിസി ഡോക്യുമെൻ്റ് പറയുന്നുണ്ട്. UGC, AICTE തുടങ്ങിയ സാമ്പ്രദായിക ഉന്നത വിദ്യാഭ്യാസ സമിതികളെ എല്ലാം റീപ്ലേസ് ചെയ്യുന്ന ഒരു പുതിയ സമിതിയായിരിക്കും വരാൻ പോകുന്നത്. ചുരുക്കത്തിൽ 2020 ദേശീയ വിദ്യാഭ്യാസ നയരേഖ ഒറ്റനോട്ടത്തിൽ ഇംപ്രസീവ് എന്ന പ്രതീതി ഉണ്ടാക്കുമ്പോഴും അതിനു പിന്നിലെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളുടെ പേരിൽ ഇത് നിരന്തര വിമർശനത്തിന് വിധേയമാക്കപ്പെടുന്നുണ്ട്. കടലാസിൽ പറയുന്ന ഈ പരിഷ്കാരങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ എങ്ങനെ നടപ്പിൽ എന്നുള്ളിടത്താണ് ഇതിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പല സംസ്ഥാനങ്ങളെയും ഏറ്റവും കുറഞ്ഞത് ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചെങ്കിലും ഭാഷയാണ് ഏറ്റവും പ്രധാന സംഘർഷ വിഷയങ്ങളിലൊന്ന്. ഈ പുതിയ നയത്തിൽ പഴയ 3 ലാംഗ്വേജ് ഫോർമുല എന്നൊരു കീറാമുട്ടി തിരികെ വന്നിട്ടുണ്ട്. ഇത്തവണ പക്ഷേ കുറെ കൂടി ഫ്ലെക്സിബിളും അല്ലെങ്കിൽ ഇൻക്ലൂസീവും ഒക്കെ ആയിട്ടുള്ള രീതിയിലാണ് അത് വന്നിട്ടുള്ളതെന്ന് മാത്രം. പോളിസി പറയുന്നത് ഇന്ത്യയിലെ ഓരോ വിദ്യാർത്ഥിയും ചുരുങ്ങിയത് 3 ഭാഷകളെങ്കിലും പഠിച്ചിരിക്കണം. അതിൽ 2 എണ്ണമെങ്കിലും ഇന്ത്യയുടെ നേറ്റീവ് ഭാഷകളായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ഈ നിബന്ധന സർക്കാർ സ്വകാര്യ ഭേദമന്യേ എല്ലാ സ്കൂളുകൾക്കും ബാധകമാണ്. ഓൺ പേപ്പർ ഈ പോളിസിക്ക് എന്താ കുഴപ്പമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി അവൻ ഭോജ്പുരി അവൻ്റെ മാതൃഭാഷയായിട്ട് തിരഞ്ഞെടുക്കുന്നു, ഹിന്ദി 2ാം ഭാഷ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ സംസ്കൃതം അവൻ 3ാമത്തെ ഭാഷയായിട്ട് തിരഞ്ഞെടുക്കുന്നു. സംഗതി വിഷയമാകുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലേക്ക് കടന്നു വരുമ്പോഴാണ്. ഉദാഹരണത്തിന് കേരളത്തിലോ തമിഴ്നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിക്ക് ഒരു ലോക്കൽ ലാംഗ്വേജ് വരുന്നുള്ളൂ. അതായത് 2 നേറ്റീവ് ലാംഗ്വേജ് പഠിക്കണം എന്നതിൻ്റെ പേരിൽ അവർക്ക് ഹിന്ദി പോലെയൊരു ഭാഷ, ഒരു അപരിചിതമായിട്ടുള്ള ഭാഷ, അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഒരു കാരണവശാലും അവനൊരു പക്ഷേ പ്രയോഗിക്കേണ്ടി വരാത്ത ഭാഷ പഠിക്കാൻ അവൻ നിർബന്ധിതനാകുന്നു. മറ്റൊരു ആശങ്ക പണമാണ്. 68 കൊഠാരി കമ്മീഷൻ പറഞ്ഞു വെച്ച ബജറ്റിൻ്റെ 6% വിദ്യാഭ്യാസത്തിന് ചെലവിടുമെന്നുള്ള വാഗ്ദാനമാണ് ഈ നയത്തിൻ്റെയും സാമ്പത്തിക അടിസ്ഥാനം. എന്നാൽ ഈ അലോക്കേഷൻ വർഷങ്ങളായി വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നമ്പറാണ് എന്നതാണ് ആശങ്കയ്ക്ക് അടിസ്ഥാനം. ഇനിയൊരു കൺസേൺ കൂടിയുള്ളത് 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിലെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 5ാം ക്ലാസ് തൊട്ട് മാത്രമേ ഇംഗ്ലീഷ് ഒരു ബോധന മാധ്യമമായിട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. അതുവരെ കുട്ടികൾ അവരുടെ മാതൃഭാഷയിൽ വേണം എല്ലാ വിഷയങ്ങളും പഠിക്കാനെന്ന് NEP പറയുന്നു. വളരെ ചെറിയ ക്ലാസ്സുകൾ തൊട്ടേ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത് കൊണ്ടാണ് ചില സ്റ്റേറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റു ചില സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കു മേലെ ഇംഗ്ലീഷ് മനസ്സിലാക്കുന്നതിലും എഴുതുന്നതിലും സംസാരിക്കുന്നതിലുമൊക്കെ ഒരു മേൽക്കൈയുള്ളത്. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ ഒരു ബോധന മാധ്യമമാക്കാൻ അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് ഇങ്ങനെയൊരു കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ. അത് ഓരോ സംസ്ഥാനങ്ങൾക്കും അവരവരുടെ സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാകണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആഫ്റ്റർ ഓൾ പ്രാദേശികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെയും ജീവിതാവശ്യങ്ങളെയും കൂടി ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. അക്കാര്യത്തിൽ കേന്ദ്രം ഏകപക്ഷീയമായിട്ടൊരു തീരുമാനമെടുത്തിട്ട് അത് സംസ്ഥാനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത് എന്നർത്ഥം. NEP 2020 പോളിസി ഡോക്യുമെൻറ്റിൽ അങ്ങനെ ഒരിടത്തും ഹിന്ദി എന്നുള്ള പ്രത്യക്ഷമായിട്ടുള്ള പരാമർശം ഇല്ല എങ്കിലും പല സംസ്ഥാനങ്ങളും ഈ പുതിയ പോളിസിയെ കാണുന്നത് ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്കാണ്.
ഈ പുതിയ വിദ്യാഭ്യാസ നയത്തെ നഖശിഖാന്തം എതിർത്ത ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ സർവീസസ് മിനിസ്റ്ററായിട്ടുള്ള പളനിവേൽ ത്യാഗരാജൻ പറഞ്ഞത് തമിഴ് പ്ലസ് ഇംഗ്ലീഷ് എന്ന അടിസ്ഥാന 2 ലാംഗ്വേജ് ഫോർമുലയിൽ നിന്ന് മാറാൻ തമിഴ്നാട് ഒരുക്കമല്ല എന്നാണ്. ഈ കണ്ട വിമർശനങ്ങൾക്കൊക്കെ അപ്പുറം തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ നയം നടപ്പിലാക്കാൻ നിർദ്ദേശം കൊടുക്കണം എന്നൊരു പൊതുതാൽപര്യ ഹർജിയിലൂടെ വിദ്യാഭ്യാസ നയം കോടതിയും കയറി. വിഷയത്തിൽ ഇടപെടാൻ കോടതിക്ക് സാധിക്കില്ല എന്നും ഇതിൻ്റെ പേരിൽ സംസ്ഥാനങ്ങൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ലംഘിച്ചാൽ മാത്രമേ ഇടപെടൂ എന്നും പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ആ ഹർജി തള്ളിക്കളയുകയായിരുന്നു. ഇതിനിടെയാണ് PM ശ്രീ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി BJP സർക്കാർ വരുന്നത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഇനീഷ്യേറ്റീവുകളിലൊന്നായിട്ട് 2022 കേന്ദ്രം അവതരിപ്പിച്ചതാണ് PM ശ്രീ അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പദ്ധതി. ഒരു ബ്ലോക്കിൽ 2 വീതം സ്കൂളുകളെ തിരഞ്ഞെടുത്ത് മാതൃകാ വിദ്യാലയങ്ങളാക്കി മാറ്റുന്നതാണ് ഈ പദ്ധതി. അങ്ങനെ രാജ്യത്തുടനീളം 14,500ഓളം PM ശ്രീ സ്കൂളുകൾ ഉണ്ടാകും എന്നാണ് കണക്ക്. ഈ സ്കൂളുകളെ പ്രത്യേക ഫണ്ട് അനുവദിച്ചു നൽകി പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അന്തസത്തയായിട്ടുള്ള ഹോളിസ്റ്റിക് ആൻഡ് ഫ്ലെക്സിബിൾ ലേണിംഗ് എന്ന സങ്കല്പത്തെ സാക്ഷാത്കരിക്കാൻ പോകുന്ന അറിവിൻ്റെ കേന്ദ്രങ്ങളാക്കി വളർത്തിക്കൊണ്ടുവരികയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 5 വർഷത്തേക്ക് 27,360 കോടി രൂപയാണ് പദ്ധതിക്കായിട്ട് നീക്കി വെച്ചിട്ടുള്ള ഫണ്ട്. അതിൽ 18,128 കോടിയും, അതായത് ഏതാണ്ട് 60% വരുന്ന ചെലവും കേന്ദ്രം തന്നെ വഹിക്കും. സംസ്ഥാന സർക്കാരുകളെല്ലാം കൂടി 9,232 കോടി രൂപ, ഏതാണ്ട് 40% ചെലവഴിക്കണം. 28-ൽ 25 സംസ്ഥാനങ്ങളും പിന്നെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും NEP നടപ്പിലാക്കാനും PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകാനും തയ്യാറായിരുന്നു. അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ഇതുവരെ വിട്ടുനിന്നിട്ടുള്ളത് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ മാത്രമാണ്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തോടുള്ള കേരളത്തിൻ്റെ എതിർപ്പും വിയോജിപ്പും പ്രധാനമായും താത്വികമായിരുന്നു. NEPയുടെ പുറമേക്ക് കാണുന്ന പുരോഗമന സ്വഭാവം അതിൽ അന്തർലീനമായിട്ടുള്ള RSS സംഘപരിവാർ അജണ്ടകൾക്കുള്ള മുഖം കൂടിയാണ് എന്നാണ് കേരളം ഭരിക്കുന്ന CPM നയിക്കുന്ന ഇടത് ജനാധിപത്യ മുന്നണി ഇത്രയും നാൾ പല വേദികളിലും പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഈ പുതിയ നയരേഖയുടെ എക്സ്ക്ലൂഷണറി മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്കിടയിൽ വർഗീയതയ്ക്ക് വേരോട്ടം ഉണ്ടാകാൻ വേണ്ടി മനഃപൂർവ്വം ഡിസൈൻ ചെയ്ത ഒന്നാണ് എന്നും ഇടതുപക്ഷം ആരോപിക്കുന്നു. പുതിയ നയം വിദ്യാഭ്യാസ മേഖലയുടെ കച്ചവടവൽക്കരണത്തിനും അതിൻ്റെ സെൻട്രലൈസേഷനും വഴിവെക്കുമെന്നും അവർ ആരോപിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിൻ്റെ അമിത സ്വാധീനം കുട്ടികളിലെ മതനിരപേക്ഷത കുറയാനും അവരിലെ സയൻറ്റിഫിക് തിങ്കിങ്, ഭരണഘടനാ മൂല്യങ്ങൾ എന്നിവ ക്ഷയിക്കാനും കാരണമാകുമെന്നും ഇടതുപക്ഷം വിശ്വസിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെയും ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുമ്പോഴും കഴിഞ്ഞ 3 വർഷമായിട്ട് തുടരുന്ന എതിർപ്പിന് ശേഷം ഒടുവിൽ ഇപ്പോൾ കേരളം എന്തിനാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകാൻ തയ്യാറായത്, പദ്ധതിയിൽ ഏറെക്കുറെ ഏകപക്ഷീയമായി തന്നെ ഇപ്പോൾ ഒപ്പുവെച്ചത് എന്തുകൊണ്ടാണ് എന്നതാണ് നിലവിൽ കേരളത്തിൽ ചിന്തിക്കുന്ന പലരെയും അലട്ടുന്ന ഒരു പ്രധാന ചോദ്യം. അതിന് ഇടതുപക്ഷം പറഞ്ഞു കേൾക്കുന്ന കാരണങ്ങളിലൊന്ന് കേന്ദ്രം വിട്ടു നൽകാതെ തടഞ്ഞു വെച്ചിട്ടുള്ള ഫണ്ടുകളാണ്. ഒരു PM ശ്രീ സ്കൂളിന് 5 വർഷം കൊണ്ട് സംസ്ഥാന വീതമടക്കം ഏതാണ്ട് 2 കോടി വരെ പരമാവധി കിട്ടിയേക്കാം. ഇത് കിഫ്ബി വഴിക്ക് നമ്മുടെ പല സ്കൂളുകളിലും ചെലവഴിക്കപ്പെട്ടിട്ടുള്ള തുകയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏറെ ചെറുതാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അത് കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ കേരളത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ അഥവാ SSA എന്ന സ്കൂൾ നടത്തിപ്പ് ഫണ്ടിൻ്റെ പണം നൽകില്ല എന്നതാണ് നിലവിലെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിലപാട്. 2025-26 അധ്യയന വർഷം മാത്രം കേന്ദ്രം പിടിച്ചു വച്ചിട്ടുള്ളത് 456 കോടി രൂപയാണ്. ഇങ്ങനെ ഫണ്ട് പിടിച്ചു വയ്ക്കുന്നതിന് കേന്ദ്രം പറയുന്ന ഒരേയൊരു കാരണം കേരളം ഇതുവരെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടില്ല എന്നത് മാത്രമാണ്. ഈ വർഷത്തെ ഫണ്ട് മാത്രമല്ല ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുള്ളത്. 2024-25 അധ്യയന വർഷത്തെ 513 കോടിയും 2023-24 അധ്യയന വർഷത്തെ 188 കോടി രൂപയും ഇതേ കാരണം പറഞ്ഞു തന്നെയാണ് കേന്ദ്രം ഇതുവരെ ഇഷ്യൂ ചെയ്യാതെ പിടിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ SSA ഫണ്ട് കുടിശ്ശിക ഇനത്തിൽ മാത്രം കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് 1158 കോടി രൂപയാണ്. എന്നാൽ സമാനമായ സാഹചര്യം തന്നെ നേരിട്ട തമിഴ്നാട് സംസ്ഥാനം ഈ വിഷയത്തെ നേരിട്ടത് നിയമപരമായിട്ടാണ്. സമഗ്ര ശിക്ഷാ സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള 3000 കോടി തടഞ്ഞു വെച്ചതിൻ്റെ പേരിൽ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തമിഴ്നാട്. ഈയൊരു സ്കീമിലൂടെ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട സംസ്ഥാനത്തിനു മേൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് എന്നും എതിർപ്പുകളെ ഫണ്ട് തടഞ്ഞു വെക്കാൻ കാരണമാക്കുന്നുവെന്നും ഹർജിയിൽ സംസ്ഥാനം പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ബെഞ്ച്. എന്നാൽ കേരളമാകട്ടെ തടഞ്ഞുവെച്ച ഫണ്ടുകൾ തിരികെ കിട്ടാനുള്ള തന്ത്രമായിട്ടാണ് നിലവിലെ ഒപ്പിടലിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി പ്രായോഗിക തലത്തിൽ ഈ തീരുമാനം കൊണ്ടുണ്ടാകുന്ന മാറ്റം വിശദീകരിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ നിലപാട് മാറ്റത്തെ, ഈ കീഴടങ്ങളിനെ വിശദീകരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ NEPക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളിൽ പലതിനും പിന്നിൽ അതിഗൗരവമുള്ള മറ്റൊരു കാരണമുണ്ട്. അത് NEPയിൽ അന്തർലീനമായിട്ടുള്ള വിദ്യാർത്ഥി ഡാറ്റ കേന്ദ്രീകരണ സ്വഭാവമാണ്.
അക്കാഡമിക് ക്രെഡിറ്റ് ബാങ്കിലെ ക്രെഡിറ്റ് പോയിന്റ്സുമായിട്ട് വിദ്യാർത്ഥികളെ ബന്ധിപ്പിക്കുന്നത് അവരുടെ അപാർ ID വഴിക്കാണ്. ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് അപാർ. ദേശീയ വിദ്യാഭ്യാസ നയം കേവലം ഒരു അക്കാദമിക് പരിഷ്കാരം എന്നതിലുപരി രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സമഗ്രമായിട്ടുള്ള വിവരശേഖരണം കൂടി ലക്ഷ്യമിടുന്നു. ഫെഡറലിസത്തിൻ്റെ യഥാർത്ഥ പോരാട്ടം നടക്കുന്നത് ഡാറ്റ പരമാധികാരത്തിലാണ് എന്നാണ് പറയുക. ഇതിൻ്റെ നട്ടെല്ലാണ് വൺ നേഷൻ വൺ സ്റ്റുഡൻറ്റ് ID എന്നറിയപ്പെടുന്ന അപാർ ID. ഇന്ത്യൻ ഫെഡറലിസത്തെ നിശബ്ദമായിട്ട് കഴുത്തു ഞെരിക്കുന്ന ഒരു യഥാർത്ഥ ടെക്നോ ഫിനാൻഷ്യൽ കെണി നിലവിലുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ കേരളം നിർബന്ധിതമായിട്ടുള്ള സാഹചര്യമെന്ന് പബ്ലിക് ഇൻട്രസ്റ്റ് ടെക്നോളജിസ്റ്റ് ആയിട്ടുള്ള അനിവർ അരവിന്ദ് ട്രൂ കോപ്പിയിൽ പ്രസിദ്ധീകരിച്ച ബന്ദിയാക്കപ്പെട്ട ഫെഡറലിസം PM ശ്രീയുടെ ടെക്നോ ഫിനാൻഷ്യൽ കുരുക്ക് എന്ന ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങളോട് എതിർപ്പുള്ള 4 സംസ്ഥാനങ്ങൾ ഈ വിദ്യാർത്ഥി ഡാറ്റ കേന്ദ്രീകരണ നിർദ്ദേശത്തോട് സ്വീകരിച്ച നിലപാട് എന്തായിരുന്നുവെന്ന് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലും വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ആംഗിൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വിശകലനം പൂർത്തിയാകൂ. പ്രഖ്യാപനം മുതൽ NEPയെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന നിലപാടാണ് തമിഴ്നാടിൻ്റേത്. സ്വന്തമായി ഒരു സംസ്ഥാന വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിനോടൊപ്പം കേന്ദ്രത്തിൻ്റെ അപാർ ID എന്ന ആശയത്തെ ഘടനാപരമായി തന്നെ അവർ പ്രതിരോധിക്കുകയാണ്. മക്കൾ ID എന്ന പേരിലൊരു സമാന്തര സംസ്ഥാന റെസിഡൻറ്റ് ഡാറ്റാബേസ് നിർമ്മിക്കുന്നതിലൂടെ കേന്ദ്രത്തിൻ്റെ ഡാറ്റ കേന്ദ്രീകരണത്തെ വെറും വാക്കുകൊണ്ടല്ല മറിച്ച് നയപരമായിട്ടാണ് തമിഴ് നേരിടുന്നത്. തമിഴ്നാടിന് സമാനമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടാണ് പശ്ചിമ ബംഗാളിൻ്റേതും. അപാർ IDക്ക് വേണ്ടി UDISC+ പോർട്ടലിലേക്ക് ഡാറ്റ നൽകണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശം അവർ പരസ്യമായിട്ട് നിരസിച്ചു. തങ്ങൾക്ക് ബംഗ്ലാർ ശിക്ഷ എന്ന പേരിൽ ഒരു സ്വന്തം പോർട്ടൽ ഉണ്ട് എന്നും സംസ്ഥാനത്തിൻ്റെ ഡാറ്റ പരമാധികാരം ആർക്കും വിട്ടു നൽകില്ല എന്നും അവർ വ്യക്തമാക്കി. മുൻ BJP സർക്കാർ NEP നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കർണാടക. അന്ന് അപാർ ID രജിസ്ട്രേഷനും അവർ ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നാലെ വന്ന കോൺഗ്രസ് സർക്കാർ ആ തീരുമാനം തിരുത്തി. NEP പൂർണ്ണമായും റദ്ദാക്കാനും സ്വന്തമായി സംസ്ഥാന വിദ്യാഭ്യാസ നയം രൂപീകരിക്കാനും അവർ തീരുമാനിച്ചു. ഇങ്ങനൊരു രാഷ്ട്രീയമായിട്ടുള്ള തിരുത്തൽ നടന്നിട്ടുണ്ട് എങ്കിലും NEPയിൽ നിന്ന് SEPയിലേക്കുള്ള മാറ്റം ഇനിയും പൂർണ്ണമായിട്ടില്ല. അപാർ ID നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും സംസ്ഥാനം ഇപ്പോഴും വ്യക്തമായ നിലപാടില്ലാതെ ആശയക്കുഴപ്പത്തിലാണ്. ഇനി കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ NEPയോട് എല്ലാ കാലത്തും ശക്തമായ വിയോജിപ്പ് പരസ്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. എന്നാൽ പ്രായോഗിക തലത്തിൽ ഈ നിലപാട് വൈരുദ്ധ്യാത്മകമാണ്. വിദ്യാഭ്യാസ ടെക്നോളജിയിൽ സംസ്ഥാനത്തിൻ്റെ പരമാധികാരം ഉറപ്പിച്ച ഒരു നീണ്ട ചരിത്രമുള്ള സംവിധാനമാണ് കൈറ്റ്. എന്നിട്ടും 2023 ഓണം അവധിക്കാലത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വകാര്യ വിവരങ്ങൾ രക്ഷിതാക്കളുടെ വ്യക്തമായ സമ്മതമില്ലാതെ SSA വഴി കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലുകളിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ തലത്തിലാകട്ടെ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് പോലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ഇതിനകം തന്നെ അപാർ ID സ്വീകരിച്ചു കഴിഞ്ഞു. PM ശ്രീ പദ്ധതിയിൽ കേരളവും ഭാഗമാകുന്നതോടെ അവിടെയും അപാർ ID വരും. ഇതിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വിവരങ്ങളും കേന്ദ്രീകൃതമായിട്ടുള്ള ഡാറ്റാബേസിലേക്ക് പ്രവഹിക്കുമെന്നും അനിവർ അരവിന്ദ് പറഞ്ഞു വയ്ക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് സംസ്ഥാനത്തിന് കാരണങ്ങൾ പലതും പറയാം. എന്നാൽ അതേ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടും സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്താതെ തമിഴ്നാടും പശ്ചിമ ബംഗാളും സ്വീകരിച്ച നിലപാടിനോട് താരതമ്യം വരുമ്പോൾ മാത്രമാണ് ഇവിടെ പ്രശ്നം. ദേശീയ വിദ്യാഭ്യാസ നയത്തെ അത് നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്രം ചെലുത്തുന്ന സമ്മർദ്ദങ്ങളെ തമിഴ്നാടും പശ്ചിമ ബംഗാളും ഘടനാപരമായും പ്രത്യക്ഷമായും തന്നെ പ്രതിരോധിക്കുമ്പോൾ കർണാടകത്തിൽ ആദ്യമത് നടപ്പിലായ ശേഷം മാറി വന്ന സർക്കാർ രാഷ്ട്രീയമായിട്ട് തിരുത്തൽ പോലും നടത്തുമ്പോൾ കേരളം ഇതെന്താണ് ചെയ്യുന്നത് എന്നൊരാൾക്ക് സംശയം തോന്നിയാൽ അയാൾ കുറ്റം പറയാനാവില്ല. ഇടതുപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലുമൊക്കെ തുടിച്ചു നിൽക്കുന്ന ആർജവം എന്തുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗത്തിൽ വരാത്തത് എന്നൊരു ചോദ്യം കൂടി ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ അറിയാതെ സ്വയം ചോദിച്ചു പോകും. ഒരുപക്ഷെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഐറണിയും അതുതന്നെയാകും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.